ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഷോർട്സ് വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമ്മൾ വൈഷ്ണയുടെ വീട്ടിൽ മീനഭരണി ഉത്സവത്തിന് പോവുകയാണ്. അപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി, എല്ലാവർക്കും സോറി. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവളുടെ വീട്ടിലെത്തി. അവിടെ വന്ന ഉടനെ ഞങ്ങൾ അവിടെ ഒരു മാവ് കണ്ട് അതിനകത്തിലെ മാങ്ങ പറിച്ച് തിന്നാൻ വേണ്ടിയിട്ടാണ് പോയത്. അപ്പോൾ ചെന്ന് മാങ്ങയൊക്കെ പറിച്ച് ഞങ്ങൾ ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കുന്ന വീഡിയോ, ഷോർട്സ് വീഡിയോ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. ഇല്ലാത്തവർ ഞങ്ങളുടെ ചാനലിൽ കയറി കാണണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളവിടെ കുറേ നേരം ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞ് ഒത്തിരി സംസാരിക്കുകയൊക്കെ ചെയ്തു. അവൾ ക്യാമറ കാണാതെ ഒളിച്ചിരിക്കുകയാണ്. അവൾക്ക് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ഭയങ്കര മടിയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം കഥയൊക്കെ അടിച്ചിരുന്നു. എന്നിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായി. ഫുഡ് കഴിക്കാൻ പോയി. അന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ അകത്ത് നല്ല ഇരുട്ടായതുകൊണ്ട് വീഡിയോ എടുത്താലും കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ അവിടെ പോയി കാളയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി. അപ്പോൾ ഈ കാളയും കുതിരയൊക്കെ കെട്ടുന്ന അവിടെ പോയിട്ട് ഞങ്ങളെല്ലാം കണ്ടിട്ട് ലക്ഷ്മി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവരെ കൊണ്ടുവിടാൻ വേണ്ടി ജംഗ്ഷനിലോട്ട് പോകാൻ നേരത്തെ ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നെഹ്റുവിൻ്റെ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടുകുതിര. അങ്ങനെ ഞാനും രശ്മി വീട്ടിലോട്ട് പോകാൻ ഇറങ്ങുവാണ്. വൈകിട്ടത്തെ ഉത്സവത്തിന് നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ സഞ്ജു ലക്ഷ്മിയുടെ വീഡിയോയിൽ അഭിനയിക്കുന്ന വിഷ്ണു ചേട്ടനെയും ആഷിക് ചേട്ടനെയും കണ്ടായിരുന്നു. അവരുമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര സന്തോഷമായി. അവരെയൊക്കെ കണ്ടപ്പോഴത്തേന് സഞ്ജു ലക്ഷ്മിയോടൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അവർ പെട്ടെന്ന് കഴിച്ചിട്ട് അങ്ങ് പോവായിരുന്നു. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ബസ് വന്ന് ഞങ്ങൾ ബസ്സിലോട്ട് കയറാൻ പോവാണ്. അപ്പം ഞങ്ങൾ അവരെ വിട്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്, ഞാനും വിദ്യയും കൂടെ. അപ്പം ഞങ്ങൾ തോട്ടത്തിൽ കൂടെ ഇങ്ങനെ പോയി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് പോവായിരുന്നു. അപ്പം ജയലക്ഷ്മി പറഞ്ഞ വിഷ്ണു ചേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ ചേട്ടനാണ്. അപ്പം സഞ്ജു ചേട്ടനും ലക്ഷ്മി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ കൂടെ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അവർ വന്ന് കഴിച്ചിട്ട് അപ്പോഴേ പോയി. അപ്പോൾ പിന്നെ അവരുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. വിഷ്ണു ചേട്ടൻ്റെയും ആഷികേട്ടൻ്റെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ പോയി. പിന്നെ ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഇനി ഞങ്ങളുടെ ഉത്സവ കാഴ്ചകളാണ്. പോയിട്ട് വരാം, അമ്പലത്തിൽ പോയിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ്. അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് അമ്പലത്തിലേക്ക്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓരോന്നൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അത്ര ക്ലിയറും ഒന്നും ആയിരിക്കത്തില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. ഞങ്ങൾ ഇനി മെച്ചപ്പെട്ട് വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ കുറേ കുഞ്ഞിൻ്റെ കളികളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭരണിക്കാവ് എന്ന് പറയുന്ന അമ്പലത്തിലാണ് ഉത്സവം, മീനഭരണി ഉത്സവമാണ്. മഴയാണ് ഗൈസ്, ഉത്സവം വെള്ളത്തിലേക്ക് ഇതിൽ അവൾ എന്നെ ചെറുതായിട്ട് ചതിച്ച് ഗൈസ്. അവൾ സെൽഫി എടുക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. വീഡിയോ അതെനിക്ക് മനസ്സിലായില്ല. അതിൻ്റെ ചമ്മിയ ചിരിയാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് നമ്മുടെ നെഹ്റുവിൻ്റെ കെട്ടുകുതിര. ഇതൊരു 50 പേരുടെ ഒരു പ്രയത്നമാണിത്. കുറേ വർഷങ്ങൾ കൊണ്ട് അവർ ആഗ്രഹിച്ചുണ്ടാക്കിയ അവരുടെ കുതിരയാണിത്. ഈ വർഷത്തെ മീനഭരണത്തിന്റെ മഹോത്സവത്തിന് മാറ്റുകൂട്ടുവാനായി ഓരോ ജനങ്ങൾക്കും അണിയിച്ചൊരുക്കിക്കൊണ്ടുവന്നിട്ടുള്ള നെടുംകുതിരകളെയും നന്ദികേശന്മാരെയും ഭക്തി ആദരപൂർവ്വം ദേവിയുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതിനുള്ള അവസരം കൊടുക്കണമെന്ന് അറിയിക്കുന്നു.
ഒരുപാട് ജനങ്ങൾ ഇറങ്ങുന്നുണ്ടോ കൊടുക്കുകയിൽ ജനങ്ങളാണുള്ള അടുത്തത് നമ്പർ 2 കുന്നമ്മ പൗർണമിയിൽ ചേർന്നുകൊണ്ടുള്ള സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പിന്നെ കുറച്ച് കപ്പലണ്ടിയും ബജിയൊക്കെ വാങ്ങിച്ചിരുന്നു. അടുത്തിരുന്ന ഫ്രണ്ടിനെ ഊട്ടിയാണ് നമ്മളിതൊക്കെ വാങ്ങിയത്. അത് കോളിഫ്ലവർ ബജി, മുളക് ബജി ആയിരുന്നു. അത് സോസും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. വൈഷ്ണവമോൾ കഴിച്ചിട്ട് നല്ല ടേസ്റ്റാന്ന് പറയുന്നതാണ് ഇപ്പം കാണുന്നത്. പിന്നെ ആണെങ്കിൽ നമ്മൾ കുറേ ഐസ്ക്രീമും പിന്നെ വെജിറ്റബിൾ കൊണ്ടുള്ള കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല. ഇതാണ് ആനയുടെ അപ്പു. നമ്മൾ കുറച്ച് നേരം, ഒരുപാട് നേരമായപ്പോൾ അവിടെ വന്നിരുന്ന് ആനയുടെ അപ്പുവിനെയൊക്കെ കാണുമായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഉത്സവം കാണാനായിട്ട് തിരിച്ചു വന്ന് ഹലോ, 2 നമ്പർ കെട്ടിയെടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് സന്നിധിയിലേക്ക് എടുക്കുന്നുണ്ട്. 3 കളിപ്പിച്ച് എല്ലാ കാലത്തും മാറ്റുകൊണ്ട് കൈവരിക്കണമെന്ന് ക്ഷേത്രത്തിൽ അറിയിക്കുകയാണ്. അതൊക്കെ വരാൻ ഒത്തിരി താമസിക്കും. ഇപ്പോഴേ കളിപ്പിക്കത്തില്ല. അത് 13-ാമത്തെ 11-ാമത്തെ Gracias.
ട്രെയിനിലേക്കാണ് ആ സാധനം മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അവിടെ നിൽക്കുന്ന സെക്രട്ടറികൾ അതിനുള്ള അവസരത്തെ മുന്നോട്ട് പോകാൻ അറിയിക്കുന്നത് ഗ്രാമത്തിൽ നിൽക്കുന്ന ഭക്തജനങ്ങളുടെ സെക്രട്ടറികൾ ട്രെയിൻ ഉപയോഗിച്ചാണ് മധ്യപ്രദേശിലെ ശസ്ത്രസംഘടനയെ അറിഞ്ഞുകൊണ്ടുവരുന്നത്. ഗ്രാമത്തിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ അതിനുള്ള സൗകര്യം കൊടുത്തുകൊടുക്കണമെന്ന് അറിയിക്കുകയാണ്. പോയി കാവ്യമെന്ന മൂന്നാമത് ഞാൻ ഇവരുടെ തുള്ളലെടുക്കുമായിരുന്നു. ഞാനത് കണ്ടില്ല. പോയോടി ഒരെണ്ണേ ഉള്ളോ? കേട്ടോ ആൾക്കാരെ മെനക്കെടുത്താൻ വേണ്ടി അത് കഴിഞ്ഞ് നമ്മൾ ഒരു 11:30 ആയപ്പോൾ വീട്ടിൽ വന്നു. നമ്മൾ ഒരുപാട് ക്ഷീണിച്ചായിരുന്നു. പിന്നെ ഒത്തിരി വാരി വലിച്ച് കഴിച്ചത് കൊണ്ട് നമുക്കൊന്നും വേണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പായസം മാത്രം കുടിച്ച് നമ്മളവിടെ ഇരുന്ന് അതിൻ്റെ വിശേഷങ്ങൾ പറയുകയാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു 12:30 ആയപ്പോൾ ആറാട്ട് കാണാൻ വേണ്ടിയിട്ട് അച്ഛനെ വിളിച്ചുകൊണ്ട് വൈഷ്ണയുടെ അച്ഛനെ വിളിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു വന്നത് ഒരു 1:30 ആയപ്പോഴാണ്. പിറ്റേന്ന് ഞങ്ങൾക്ക് ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് തന്നെ 1:30 ആയപ്പോഴത്തേനും ഞങ്ങൾ കിടന്നുറങ്ങിയായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. ബൈ.